ഹലോ. റൈറ്റ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള പാറ്റേൺ ഒക്കെ നമുക്ക് നോക്കി നോക്കാം. എന്നിട്ട് ഓരോരോ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊരു പ്രീവിയസ് 2022 അഡ്മിഷൻസിൻ്റെ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023 ഓഗസ്റ്റിൽ നടന്ന ക്വസ്റ്റ്യൻ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ഇതിൽ എൻറോൾമെൻറ്റ് നമ്പറും നെയിമും മുകളിൽ ചെയ്താലുള്ളൊരു ഏരിയ കാണിക്കുന്നുണ്ട്. ഇവിടെ എൻറോൾമെൻറ്റ് നമ്പറും നെയിമും നമ്മുടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ മാക്സിമം 70 മാർക്സാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളത്. 70 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. 70 മാർക്കാണ്. പിന്നെ മാത്രമല്ല ഇതിന് ടൈം പീരീഡ് എത്ര കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂറാണ് നമുക്ക് ടൈം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് സെക്ഷൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സെക്ഷൻസ് കൃത്യമായിട്ട് നമ്മൾ നോക്കണം. സെക്ഷൻ എയിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് 15ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെക്ഷൻ ബിയിൽ ഏകദേശം 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെക്ഷൻ സിയിലേക്ക് വരുമ്പോൾ അതിലും ഏകദേശം ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ സെക്ഷൻ ഡിയിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ മാർക്ക് നമ്മൾ ആദ്യം നോക്കിയിരിക്കണം, എത്ര മാർക്ക് ഓരോ ക്വസ്റ്റ്യനും വരുന്നുണ്ട് എന്നുള്ളത്. അത് റിയലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെക്ഷൻ എയിൽ നോക്കൂ, ഇവിടെ 10 ക്വസ്റ്റ്യൻസ്, 10 ക്വസ്റ്റ്യൻസ് ആണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ക്വസ്റ്റ്യൻ ഫുള്ളായിട്ടൊന്ന് തല മുതൽ അവസാനം വരെ കൃത്യമായിട്ട് നോക്കണം, ഫുള്ളായിട്ട് വായിച്ച് നോക്കണം. അതിന് കുറച്ചൊരു 5 മിനിറ്റ് പോയി കഴിഞ്ഞാലും നമുക്ക് നഷ്ടമില്ല. കാരണം ഇവിടെ 10 ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റായിട്ട് വായിക്കാതെ നമ്മൾ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യും. ഇവിടെ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ വരുന്നുണ്ട് നോക്ക്. ടോട്ടൽ 15 ക്വസ്റ്റ്യൻ ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട് അല്ലേ? 15 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? 15 ക്വസ്റ്റ്യൻ എഴുതണ്ട. ഇതിൽ 10 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഇത് ഓപ്ഷനാണ്. 10 ക്വസ്റ്റ്യൻ ഏതെങ്കിലും നമുക്കറിയുന്ന 10 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഓക്കെ. ഇത് 1 വേർഡിലാണ് എഴുതേണ്ടത്. ഇൻ എ വേർഡ് ഓർ സെൻറ്റൻസ് ഈച്ച് എന്നാണ്. ഒരൊറ്റ വേർഡ് അല്ലെങ്കിൽ സെൻറ്റൻസിലാണ് എഴുതേണ്ടത്. ഒറ്റ മാർക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഒറ്റ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരൊറ്റ സെൻറ്റൻസിൽ എഴുതിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് വിശദീകരിച്ച് ഒരു പേജ് അര പേജ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു 15 ക്വസ്റ്റ്യൻസിന് വേണ്ടി മാത്രം ഞാനൊരു വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അത് ഇതിൻ്റെ ലാസ്റ്റിൽ അത് പറയാം. ഈ വീഡിയോൻ്റെ ലാസ്റ്റിലായിട്ട് പറയാം. ഓക്കെ. പിന്നെ സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ സെക്ഷൻ ബിയിൽ നോക്ക്, ഇവിടെയും 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇതിലും നമ്മൾ നോക്കണം. ഇതിലും ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ഇനി 5 ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ എഴുതിയാൽ മതി. അതും 1 or 2 സെൻറ്റൻസിലാണ് എഴുതേണ്ടത്. ഇതും വിശദമായിട്ട് എഴുതേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ കുറഞ്ഞ രീതിയിൽ ഒരൊറ്റ സെൻറ്റൻസ് 2 സെൻറ്റൻസിൽ എഴുതിയാൽ മതി. ഓരോന്നിനും 2 മാർക്ക് വീതമാണുള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. 2 മാർക്ക് വീതമാണ് ഉള്ളത്. അങ്ങനെ 10 മാർക്കാണ് ഇതിന് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഞാൻ ഓരോരോ ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. ഓക്കെ. ആ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ സെക്ഷൻ സിയിലേക്ക് വരുമ്പോൾ സെക്ഷൻ സിയിൽ 6 ക്വസ്റ്റ്യൻസ്, 6 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഇതിൽ എനി 6 ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ നമുക്ക് എത്ര വരുന്നുണ്ട്? 26 to 37 പറഞ്ഞാൽ 11 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ? ഈ 10 ക്വസ്റ്റ്യൻസിൽ നമുക്ക് എത്ര എഴുതിയാൽ മതി? 6 ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയാൽ മതി. ആ 6 ക്വസ്റ്റ്യനും നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ഒറ്റ പേജിൽ 1 പേജ് ഈച്ച്, നമ്മൾ ഒരൊറ്റ പേജിലായിട്ടാണ് എഴുതേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതമാണ് ഇതിലുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് മെയിൻ ഹെഡിങ്, നമ്മൾ സെക്ഷൻ്റെ മെയിൻ ഹെഡിങ് നമ്മൾ കറക്റ്റ് നോക്കണം. എത്ര ക്വസ്റ്റ്യൻ എഴുതണം, എത്ര തരത്തിൽ, എത്ര പേജിൽ അത് എഴുതണം, ഓരോന്നിനും എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 6 ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ 6 5 6 മാർക്ക് വീതം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് ടോട്ടൽ 30 മാർക്കാണ് ഇതിനുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ഒരൊറ്റ സെക്ഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 30 മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 30 മാർക്കുള്ള ഈ ഒരു സംഗതിയോടെ കടക്കുമ്പോൾ ഇതിന് മുകളിലുള്ള 2 സെക്ഷനിൽ നമുക്ക് സമയം ഒരുപാട് സ്പെൻഡ് ചെയ്യാതെ ഇതിലേക്ക് നമ്മൾ വരാൻ നോക്കണം. കാരണം ഇതിന് 30 മാർക്ക് ഉണ്ട്, മറ്റേത് കാരണം 1 മാർക്ക് 2 മാർക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ സമയം അഡ്ജസ്റ്റ് ചെയ്യണം എന്നർത്ഥം എഴുതുന്ന സമയത്ത്. ഓക്കെ. കാരണം അവിടെ 15 ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 25 ക്വസ്റ്റ്യൻ വരെയൊക്കെ നമ്മൾ അതിന്മേൽ തല പുണ്ണാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ മെയിൻ 30 ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ സമയം കിട്ടാതെ വരും. ഇതൊരു പേജ് വെച്ചിട്ട് എഴുതാനുള്ളതാണ്. പിന്നെ അവസാനത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ ഇതിൽ വെറും 2 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. കൂടുതലൊന്നുമില്ല, വെറും 2 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അത് 3 പേജിലായിട്ടാണ് എഴുതേണ്ടത്. ഓരോന്നിനും 10 മാർക്ക് വീതമുണ്ട്. അപ്പോൾ നമ്മൾ 6 പേജ് എഴുതി കഴിഞ്ഞാൽ 10 മാർക്സാണ് ഇതിൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ. ഇതിലുള്ള ക്വസ്റ്റ്യൻസും ഏതൊക്കെയാണ്? ഒരു 4 ക്വസ്റ്റ്യനാണ് വരുന്നത്. ആ 4 ക്വസ്റ്റ്യൻസിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, സെപ്പറേറ്റ് ആയിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ എന്ത് ചെയ്യാം, അതിൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം ഞാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ മാർക്ക് നമ്മൾ നോക്കണം. 20 മാർക്ക് വരുന്നുണ്ട്. 20 മാർക്ക് വരുന്നതുകൊണ്ട് തന്നെ വെറും 2 ക്വസ്റ്റ്യന് 10 മാർക്കാണ്. അപ്പോൾ നല്ല ഹെവി മാർക്ക് ക്യാരി ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനും നമ്മൾ മാക്സിമം ടൈം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സെക്ഷനുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെറ്റപ്പ് എന്നാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റിലത്തെ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ.
ഹലോ ആൾ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് PYQs കഴിഞ്ഞ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പറിന് വെച്ചിട്ടുള്ള ചെറിയൊരു ഡിസ്കഷനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് പാർട്ടായിട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം ഫസ്റ്റിൽ ക്വസ്റ്റ്യൻ്റെ ഒരു സ്ട്രക്ചർ ആദ്യം നോക്കിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്, അതുപോലെ തന്നെ അതിൽ പ്രധാനമായിട്ടും വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ ആദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നത് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് 10 മാർക്കിൻ്റെ. പിന്നെ സെക്കൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും ഒരു 10 മാർക്കിൻ്റെ തന്നെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഇതിലേക്ക് വരുമ്പോഴാണ് കുറച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ട് ലെങ്തി ആയിട്ട് എഴുതേണ്ട കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഫോർത്ത് സെഷനിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട കാര്യങ്ങൾ അങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇതിൽ ചെറിയ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ 2 സെൻറ്റൻസിലൊക്കെ ഒറ്റ സെൻറ്റൻസിലൊക്കെ ആൻസർ എഴുതിയാൽ മതിയാവുന്ന അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത് അല്ലേ. ഇപ്പോൾ ഇവിടെ ഞാനത് അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിൽ നോട്ടും അതിൻ്റെ ക്ലാസ്സും കൃത്യമായി കേട്ടവർക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള വേർഡ് ഓർമ്മ ഉണ്ടാവും. കാരണം ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഹ്യൂമൻ ലാംഗ്വേജ് എന്നുള്ളത് അനിമൽ ലാംഗ്വേജിൻ്റെ പോലെയല്ല, അത് വളരെ ഡിഫറെൻ്റ് ആണ് അല്ലേ, വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ഹ്യൂമൻ ലാംഗ്വേജിനെ പ്രത്യേകമാക്കുന്ന, അതിനെ വ്യതിരിക്തമാക്കുന്ന കുറേ സംഗതികളുണ്ട്. അതിൽപ്പെട്ട ഒന്നായിരുന്നു ആക്ച്വലി ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള ഈ ഒരു സംഗതി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ് അബൌട്ട് തിങ്സ് ആർ നോട്ട് പ്രസൻറ്റ് ഇൻ ടൈം ഓർ സ്പേസ് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവിയിലുള്ള ഒരു സംഭവത്തിനെ കുറിച്ചൊക്കെ നമുക്കിപ്പോൾ പറയാൻ പറ്റും അല്ലേ. ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന ലോകാവസാനം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള സംഗതി അത് ശരിക്കും ഇപ്പോൾ ഉള്ളതല്ല അല്ലേ. അപ്പോൾ ടൈം ആൻഡ് സ്പേസിൽ ഇപ്പോൾ പ്രസന്റ് അല്ലാത്ത കാര്യങ്ങളെ കുറിച്ചുകൂടി നമുക്ക് നമ്മുടെ മനുഷ്യൻ്റെ ഭാഷ ഉപയോഗിച്ച് പറയാൻ പറ്റും എന്നുള്ളതാണ് ആക്ച്വലി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭാവിയിൽ അതല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന സംഭവങ്ങൾ, ഇപ്പോൾ 1990-ൽ ഈ സംഭവം നടന്നു എന്നൊക്കെ നമുക്കിപ്പോൾ പറയാൻ പറ്റും. പക്ഷേ അനിമൽസിന് അങ്ങനെയല്ല, അവർക്ക് റിയൽ ടൈം ആയിട്ടുള്ള സംഗതികൾ മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹ്യൂമൻ ഫീച്ചേഴ്സ് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിയേറ്റീവ്, റിഫ്ലെക്സീവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൽപ്പെട്ട ഒന്നാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം എന്തായാലും എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. അവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തത് വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ എഴുതാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു അല്ലേ. വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മുകളിൽ നിന്ന് ഇങ്ങനെ അടിയിലേക്ക് വരുന്നതും ഇങ്ങനെ നമുക്ക് ഒരേ ലെവലിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻസും. അപ്പോൾ ഇവിടെ മാനേജർ ഇൻസ്ട്രക്ഷൻസ് എംപ്ലോയീസിന് കൊടുക്കുക എന്നുള്ളത് വെർട്ടിക്കലാണ്. കാരണം മാനേജർ മുകളിലാണ് ഇരിക്കുന്നത്, പുള്ളി മുകളിൽ നിന്ന് ഇങ്ങനെ ഓർഡർ കൊടുത്തു വരികയാണ് ചെയ്യുക. അടിയിലുള്ള അസിസ്റ്റന്റ് മാനേജർ കൊടുക്കും, അസിസ്റ്റന്റ് മാനേജർ സീനിയർ ഹെഡിന് കൊടുക്കും, ഹെഡ് ബാക്കിയുള്ള എംപ്ലോയീസിന് കൊടുക്കും, അവരുടെ അടിയിലുള്ള അസിസ്റ്റൻസിന് കൊടുക്കും, അങ്ങനെ പോവുകയാണ് ചെയ്യുക. ഇത് വെർട്ടിക്കലാണ്. ഹൊറിസോണ്ടലാകുമ്പോൾ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ മറ്റൊക്കെ, അല്ലെങ്കിൽ ഒരേ കൊളീഗ്സിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ അവർ ഹൊറിസോണ്ടലായിരിക്കും. കാരണം എല്ലാവരും ഒരേ ലെവലിൽ നിൽക്കുന്ന ആളുകളാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വെക്കണം. പിന്നെ അടുത്തൊന്നാണ് സൈക്കോളജിക്കൽ ബാരിയർ അല്ലേ. കമ്മ്യൂണിക്കേഷന് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ള അതിനാണ് ബാരിയർ എന്ന് പറയാം. പല തരത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സൈക്കോളജിക്കൽ ബാരിയർ. അപ്പോൾ എന്താണ് സൈക്കോളജി ബാരിയർ? ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആങ്സൈറ്റി എന്നുള്ളത് നമുക്ക് കൊടുക്കാം. കാരണം ആങ്സൈറ്റി എന്നുള്ളത് ഒരു സൈക്കോളജിക്കൽ ബാരിയറാണ്. ആളുകൾക്ക് എന്തെങ്കിലും പേടിയോ അല്ലെങ്കിൽ ഭയങ്കര ഒരു പെട്ടെന്നൊരു ആൾ ഷോക്കായി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഉദാഹരണം. അപ്പോൾ അതുപോലെ തന്നെ പേടി ഉണ്ടാവുക, അതുപോലെ തന്നെ ടെൻഷൻ ഉണ്ടാവുക, ഇതൊക്കെ സൈക്കോളജിക്കലി ആളുകളെ കമ്മ്യൂണിക്കേഷന് ബാധിക്കുന്ന സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് പോലെ തന്നെ മറ്റു പല ബാരിയേഴ്സ് ഉണ്ട്. ഫിസിക്കൽ ബാരിയർ മറ്റൊക്കെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. പിന്നെ മറ്റൊന്നാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസിന് ഒരു എക്സാമ്പിൾ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പല ടൈപ്പിലും സെൻറ്റൻസസ് ഉണ്ടാവും. ഡിക്ലറേറ്റീവ് ആവാം, അല്ലെങ്കിൽ ഇൻ്ററോഗേറ്റീവ് ആവാം, ഇമ്പറാറ്റീവ് ആവാം. ഓക്കെ, കാരണം ചോദ്യം ചോദിക്കുക എന്നുള്ളത് അത് വേറെ ടൈപ്പ് സെൻറ്റൻസ് ആണ്. പക്ഷേ ഒരു നോർമൽ സെൻറ്റൻസ് പറയുക എന്നുള്ളത് വേറെ ഒന്നാണ്. ഇനിയിപ്പോൾ ഒരാളോട് നമ്മളൊരു കാര്യം കൽപ്പിക്കുക എന്നുള്ളത് അത് വേറെയാണ്. അപ്പോൾ ഇതൊക്കെ ഓരോരോ സെൻറ്റൻസിൻ്റെ സ്റ്റൈലുകളാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിൽ ഡിക്ലറേറ്റീവിന് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നുള്ളത് ഒരു ഡിക്ലറേറ്റീവ് സെൻസ്, കാരണം അതൊരു നമ്മളൊരു ഡിക്ലെയർ ചെയ്യാണ്, നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഓക്കെ, സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിൽ നിന്നാണെന്നുള്ളത്. അപ്പോൾ അവിടെ ചോദ്യം ചോദിക്കലില്ല, ഒരാളോട് കൽപ്പിക്കലില്ല, അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ ഇല്ല, അത്ഭുതപ്പെടലില്ല, അങ്ങനെയൊന്നുമില്ല. നോർമൽ സെൻറ്റൻസ് ആണ്. ഇതിനാണ് ഡിക്ലറേറ്റീവ് എന്ന് പറയാം. പക്ഷേ ചില സെൻറ്റൻസ് ഉണ്ടാവും, ആ ഡോറൊന്ന് നടക്കുമോ, അത് നമ്മളൊരു കാര്യം കൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പ്ലീസ് നിങ്ങളെ ഡോറൊന്ന് നടക്കുക, അത് മറ്റൊരു ടൈപ്പ് സെൻറ്റൻസ് ആണ് അല്ലേ. ഇനിയിപ്പോൾ ഒരാളോട് പിന്നെ ഇൻ്ററോഗേഷൻ നടത്തുകയാണ്, അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര അത്ഭുതം അല്ലേ, ഓ ഇന്ന് പിന്നെ ഇന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ഡേ ആണല്ലോ, ലാസ്റ്റ് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് പറയുമ്പോൾ അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്, കാരണം നമ്മൾ അത്ഭുതത്തോടെ പറയാണ്. അപ്പോൾ ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആണ്. നമ്മളവിടെ വീഡിയോയിൽ കൃത്യമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈപ്സ് ഓഫ് സെൻറ്റൻസ് വ്യത്യസ്തമായിട്ടുള്ള. അത് ആ ഒരു ഭാഗം നോട്ടിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം, ഏതൊക്കെയാണ് സെൻറ്റൻസസ്, അതിൻ്റെ ഉദാഹരണങ്ങളും നമ്മൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഓരോ ടൈപ്പ് സെൻറ്റൻസും എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ഉദാഹരണങ്ങളും ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എന്തായാലും വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ ഡിക്ലറേറ്റീവ് എന്ന് വന്നില്ലേ, അതുപോലെ ചിലപ്പോൾ ഇൻ്ററഗേറ്റീവിന് ചോദിക്കും, ഇമ്പറാറ്റീവിന് ചോദിക്കാം, എക്സ്ക്ലമേറ്ററിൻ്റെ ഒക്കെ ചോദിക്കാം, എക്സാമ്പിൾ എഴുതാൻ വേണ്ടി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ മറ്റൊന്നാണ് വാട്ട് ഈസ് മെൻറ്റ് ബൈ ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഇംഗ്ലീഷ് ഫങ്ഷൻസ് ആസ് കോമൺ ലാംഗ്വേജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഒരു കോമൺ ലാംഗ്വേജ് ആണ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് എന്നുള്ളത് ഒരു ലിങ്ക് ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേഷൻ എമംഗ് പീപ്പിൾ ആണ്. കാരണം ഫ്രം ഡിഫറെൻറ്റ് ലിംഗ്വിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ നമുക്കറിയാം മലയാളികൾ, ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ഹിന്ദി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ ഹിന്ദിയിൽ സംസാരിക്കും, തെലുഗു ആണെങ്കിൽ തെലുഗു സംസാരിക്കും അല്ലേ, ഇപ്പോൾ പഞ്ചാബികളാണെങ്കിൽ പഞ്ചാബിയിൽ സംസാരിക്കും. അപ്പോൾ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ലോക്കൽ ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഈ ലാംഗ്വേജസിനൊക്കെ ലിങ്ക് ചെയ്യുന്ന ഒരു ലിങ്ക് ലാംഗ്വേജ് ആയിട്ടാണ് ഇംഗ്ലീഷ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരുവിധം നോർത്ത് ഈസ്റ്റ് ആ സ്ഥലങ്ങളിലൊക്കെയുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് ആയിരിക്കും ഒന്നുകൂടി കംഫർട്ട് ആവുക ഹിന്ദി പറയുന്നതിനെക്കാട്ടിയും. കാരണം നമുക്ക് മലയാളികളാണ്, നമുക്ക് ചിലപ്പോൾ ഇനി ഹിന്ദി അറിയില്ലെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കാം. ഇതിനാണ് ലിങ്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് കോമൺ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് വർക്ക് ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോടുള്ള ഉദ്ദേശം ഇതാണ്. ഓക്കെ, ഇനി ഹൈബ്രിഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റൊരു ക്വസ്റ്റ്യൻ. നമ്മുടെ ഹൈബ്രിഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈസ് എ മിക്സ് ഓഫ് 2 or more ലാംഗ്വേജസ് എന്നാണ്. ഇപ്പോൾ ഉദാഹരണം ഇംഗ്ലീഷ് എന്നുള്ളൊരു സംഭവം. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താ, ഹിന്ദിയും ഇംഗ്ലീഷും കൂടി കൂട്ടി പറയാം. ഇപ്പോൾ ഒരു ഹിന്ദിയും ഇംഗ്ലീഷും അറിയുന്ന ഒരാൾ ഹിന്ദിയും ഇംഗ്ലീഷും കൂട്ടിയിട്ട് ഒരുമിച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന, സംസാരിക്കുന്ന ആ സംഭവത്തിനാണ് ആക്ച്വലി ഹൈബ്രിഡ് ലാംഗ്വേജ് എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ മലയാളം, നമ്മൾ മംഗ്ലീഷ് എന്ന് പറയുന്ന പോലെ തന്നെ മലയാളവും ഇംഗ്ലീഷും കൂട്ടി പറയാം, അതും ഒരു ഹൈബ്രിഡ് ലാംഗ്വേജ് ആണ്. പഞ്ചാബികൾ ഈ പഞ്ചാബിയും ഇംഗ്ലീഷും കൂട്ടി പറയാം, അതൊരു ഹൈബ്രിഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഏതും വരാൻ സാധ്യതയുണ്ട്. 2 ലാംഗ്വേജ് കൂട്ടിയിട്ട് പറയാന്നുള്ളതാണ് ഹൈബ്രിഡ് എന്നുള്ളതുകൊണ്ടുള്ള അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നാണ് വിച്ച് ലാംഗ്വേജ് സ്കിൽസ് ആർ നോൺ ആസ് റിസെപ്റ്റീവ് ഓർ പാസീവ് സ്കിൽസ്. ഇപ്പോൾ നമ്മൾ ലാംഗ്വേജിൻ്റെ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിസണിങ്ങിനൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആക്ച്വലി പാസീവ് സ്കിൽസ് അല്ലെങ്കിൽ റിസെപ്റ്റീവ് സ്കിൽസ് എന്നറിയപ്പെടുന്ന ഇത് ഏത് ലാംഗ്വേജ് സ്കില്ലാണെന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലാംഗ്വേജ് സ്കിൽസ് ഒരുപാടുണ്ട്. ഇപ്പോൾ നമുക്ക് ലാംഗ്വേജ് ഉപയോഗിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമുക്ക് റൈറ്റ് ചെയ്യാം അല്ലേ, നമുക്ക് പിന്നെ ആളുകൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാം. ഇതൊക്കെ ആക്ച്വലി നമ്മുടെ ലാംഗ്വേജ് എന്നുള്ള ആ ഒരു ഭാഷ എന്നുള്ളതുകൊണ്ട് വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരുപാട് സ്കില്ലുകളാണ്. പക്ഷേ ഈ ലാംഗ്വേജ് സ്കില്ലിൽ പെട്ട റിസെപ്റ്റീവ് സ്കില്ല് ഏതാണെന്നാണ് ചോദിക്കുന്നത്. റിസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ റിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ്, പാസീവായിട്ടുള്ള സ്കില്ലാണ്. അപ്പോൾ അതെന്താണ്, ലിസണിങ്ങും റീഡിങ്ങും ആണെന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു സംഭവം ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളത് ഉള്ളിലേക്ക് അത് റിസീവ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ, നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല, നമ്മളതിങ്ങനെ കേട്ടിരിക്കുകയാണ്, റൈറ്റ്. പിന്നെ ഭയങ്കര പാസീവാണ്, അത് ആക്റ്റീവ് അല്ല. റീഡിങ് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ നമുക്ക് നോളജ് ഉണ്ടാക്കി നമ്മൾ അത് ഭയങ്കര പാസീവായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ ടീച്ച് ചെയ്യുക എന്നുള്ളത് എന്താണ്, അത് ഭയങ്കര ആക്റ്റീവ് സ്കില്ലാണ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കി വെക്കണം, ഇതിൻ്റെ ഡിഫറൻസ്. പിന്നെ വാട്ട് ആർ ദ സെൻസസ് ഇൻവോൾവ്ഡ് ഇൻ വാച്ചിങ് ടെലിവിഷൻ. നമ്മൾ ടി വി കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബുദ്ധിയുണ്ട് സിമ്പിളായിട്ട് ആലോചിച്ചാൽ കിട്ടുന്ന സംഗതിയാണ് അല്ലേ. നമ്മൾ ടി വി കാണുകയാണ്, അപ്പോൾ നമുക്ക് സൈറ്റ് കാണുന്നുണ്ട്, ഹിയറിങ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വാട്ട് ഈസ് നോൺ ആസ് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്നറിയപ്പെടുന്നത് എന്താണ്, അത് ഇൻ്റർനെറ്റ് ആണ്. കാരണം ഇൻ്റർനെറ്റ് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കമ്പ്യൂട്ടറുകൾ, പല രാജ്യങ്ങളിലുള്ള കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് അറിയപ്പെടുന്നത്. പിന്നെ മറ്റൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗിവ് അറ്റ്ലീസ്റ്റ് 2 വേർഡ്സ് ദാറ്റ് കൺവേ ദ ഐഡിയ ഓഫ് റീസൺ എന്നാണ്. അപ്പോൾ റീസണിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന 2 വേർഡുകൾ കൊടുക്കാനാണ്. ഉദാഹരണം ബിക്കോസ്, ദെർഫോർ എന്നുള്ളത് നമുക്ക് പറയാം അല്ലേ, നമ്മൾ കാരണത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവിടേക്ക് പോയില്ല, ബിക്കോസ് ഐ വാസ് ഇൽ, ഞാൻ രോഗിയായിരുന്നു അതുകൊണ്ട് പോയില്ല. അപ്പോൾ അത് കാരണത്തിന് വേണ്ടി കാണിക്കുന്ന വേർഡാണല്ലോ. പിന്നെ സിംഗിൾ വേർഡ് ടു റെഫർ ടു ദ സിസ്റ്റം ഓഫ് വേർഡ്സ് ഇൻ ദ ലാംഗ്വേജ്. അതായത് ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജിൽ സിസ്റ്റം ഓഫ് വേർഡ്സിനെ റെഫർ ചെയ്യുന്ന ഒരൊറ്റ വേർഡ് പറയാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വൊക്കാബുലറി. അപ്പോൾ നമ്മളറിയാലോ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ നല്ല വൊക്കാബുലറി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് അത്യാവശ്യം എന്തുണ്ടെന്നാണ്, സിസ്റ്റം ഓഫ് വേർഡ്സ് ഉണ്ടെന്നാണ് നമ്മൾ അതിൻ്റെ അർത്ഥം അല്ലേ. അത്യാവശ്യം വേർഡ് നമുക്ക് അറിയാവുന്നതാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരൊറ്റ വാക്കാണ് വെക്കാബുലറി എന്നുള്ളത്. ഓക്കെ. പിന്നെ തെസാറസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളത് പ്രത്യേകം നമ്മുടെ നോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെസോറസ് എന്നുള്ളത് ആക്ച്വലി ഡിക്ഷണറി പോലെ തന്നെ ഒരു സംഭവമാണ്. സിനോണിംസും ആൻറ്റോണിംസും ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിക്ഷണറികൾക്കാണ് നമ്മൾ തെസാറസ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഈ ഒരു വേർഡ് നോട്ട് ചെയ്ത് വെക്കുക, തെസാറസ്. ഓക്കെ. പിന്നെ ഗൂഗിൾ ക്രോം എന്തിൻ്റെ എക്സാമ്പിൾ ആണെന്നുള്ളതാണ്. നമ്മൾ മൊബൈലും നെറ്റും ഉപയോഗിക്കുന്ന എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നതായിരിക്കും. അതൊരു വെബ് ബ്രൗസറാണ് അല്ലേ. ഗൂഗിൾ ക്രോം, സഫാരി, ഒപ്പേറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊരു വെബ് ബ്രൗസറാണ്. നമ്മൾ ആ ബ്രൗസറിൽ കയറിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുക, നമ്മുടെ കാര്യങ്ങളൊക്കെ ഗൂഗിളിലോ പിന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ന്യൂസ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെബ് ബ്രൗസറാണ്. JSTOR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. JSTOR നമ്മൾ നോട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണ്. അക്കാദമിക് ജേർണൽ, ബുക്ക്, റിസർച്ച് പേപ്പറൊക്കെയാണ് അതിന് കിട്ടുക. ഓക്കെ. പിന്നെ PDF എക്സ്പാൻഷൻ എഴുതാനാണ്. എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എഴുതാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ PDF എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് എന്നാണ്. ഇതുപോലെ സിം, പിന്നെ USB, അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. ഇത് ഇതാണ് ഫസ്റ്റത്തെ ഒരു പാർട്ടിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഓക്കെ, നെക്സ്റ്റ് പാർട്ടിൽ അടുത്ത സെക്ഷൻ പിന്നെ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ടിപ്സ് ആയിട്ട്, എക്സാം ടിപ്സ് പറയുന്നുണ്ട്. ഞാനത് അടുത്തൊരു ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം.